കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ലോകം മുഴുവനും ഉണർന്ന് ഈ സമയത്ത് അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾക്ക് തന്നെ അവകാശമായി ഓഹരിയായി ഈ മഹാദിനത്തെ തന്നതിനോട് നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. കർത്താവ്, അങ്ങയുടെ തിരുവിതാലയം മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. കർത്താവ്, അങ്ങയുടെ കരുത്തരങ്ങളെ ആണിപ്പിട്ട് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. ഞാൻ 38 വർഷം അർപ്പിച്ച് അങ്ങയുടെ ബലി ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. കർത്താവെ, കൃപാസന ആൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശം ഓഹരിയുമായി മക്കളോട് കരുണ തോന്നണം. കർത്താവെ, ഞങ്ങളോട് എല്ലാവരോടും കരുണ തോന്നണം. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവ്, അന്തരെ കാണിച്ച് നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമയ സംഭാഷണത്തിൽ നൽകുവനെ, മഹോരോസപ്പെടുത്തവനെ, തവാരോസപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമസ്തുതി പറയുന്നു. നിന്റെ തിരുവാർന്ന വലുതുകരം ഓരോ രോഗികളുടെ മേൽ വെക്കണമേ. സന്ധ്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മനസ്സിടിഞ്ഞു പോയ ആൾക്കാരെ എഴുന്നേറ്റിട്ടും കർത്താവ് എന്തിനാണ് എഴുന്നേക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഇന്ന് എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ആരോട് സമീപിക്കും, ആര് സഹായിക്കും എന്നുള്ള ഒരു എത്തുപിടിയും ഇല്ലാതെ വെറുതെ എഴുന്നേറ്റ് വരുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവെ, അവരെ എല്ലാം നീ സന്ധിക്കണം. കർത്താവ്, അവരുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യത്തിൻ്റെ യോഗ്യതയാലാണ്. കാരണം ദുരന്തം ആരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആര് വഴി ഉണ്ടായാലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥ ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. ജനകോടികൾ ഇന്ന് അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപാസന മാതാവ്. അതിൽ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും അമ്മ അവരെ സന്ധിക്കുകയും അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്ന ദശാസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമനസ് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുകയും അത് നിവൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓർത്തോട് നന്ദി പറയുന്നു. ഇന്ന് കൃപാസന അമ്മയുടെ മാധ്യസ്ഥയിൽ കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന അനേകായിരം മക്കളെ ഇപ്പോഴും അമ്മയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മാരകമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, ദുരിതങ്ങൾ, നിങ്ങളുടെ പ്രൊഫഷനിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ യാത്രയിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ പരീക്ഷയിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിൻ്റെ കൊടുക്ക വാങ്ങലുകൾ, ജംഗമ സ്ഥാപന വസ്തുക്കളുടെ കൈമാറ്റങ്ങൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ ജോലി വന്നിരിക്കുന്ന തടസ്സങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവിക സത്യം മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്.